നമസ്കാരം. റൈറ്റ് ആംഗിളിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഇൻഡൽ മണിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജിജിത് രാജ് തെക്കയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. റൈറ്റ് ആംഗിളിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ഇൻഡൽ മണി? ഇൻഡൽ മണി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ധനകാര്യ സ്ഥാപനമാണ്. NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. 1986 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു NBFC ആണ്. ധനകാര്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ പൊതുവെ ഒരുപാട് ലെൻഡിങ്, ഒരുപാട് ലോണുകൾ കൊടുക്കുന്ന സ്ഥാപനം എന്നുള്ളതാണല്ലോ ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ലോണാണ്. ഗോൾഡ് ലോണാണ് ഞങ്ങളുടെ 95% ലോൺ ബുക്കിൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ 370ഓളം ബ്രാഞ്ചസ് 15 സംസ്ഥാനങ്ങളിൽ സ്പ്രെഡായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് ഞങ്ങൾ. ഈ ഗോൾഡ് ലോണിൽ വളരെയധികം മത്സരം ഉള്ളൊരു മേഖലയാണല്ലോ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത്. ഈ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് ലോണുകളെ അപേക്ഷിച്ച് ഇൻഡലിന്റെ പ്രത്യേകത എന്താണ്? ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ കാര്യമാണ്. അതായത് നമ്മൾ സ്വർണം കൊണ്ടുവരുന്നു, അതിന് എഗെയിൻസ്റ്റ് കാശ് നമുക്ക് കിട്ടുന്നതാണ് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത്. ഇതിൽ RBIന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. 75% കൂടുതൽ മാർക്കറ്റ് വാല്യൂയുടെ ലോൺ ടു വാല്യൂ LTV നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലായിടത്തും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഗോൾഡ് ലോൺ കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇത് സെയിം ആണ്. ഇതിൽ വ്യത്യാസം ഓരോ സ്ഥാപനങ്ങളും വ്യത്യാസമാക്കുന്നത് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കാം. ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ തന്നെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 1% ലോൺ കൊടുക്കുന്നുണ്ട്. പോയി ഇപ്പോൾ 90 പൈസ 80 പൈസ എന്നൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി വരുന്നുണ്ട്. ഇതൊരു ഘടകമാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഒരു സർവീസാണ് ബേസിക്കലി കൂടുതലും ഒരു ധനകാര്യ സ്ഥാപനത്തിന് നിലനിർത്തുന്നത്. അത് ഗോൾഡ് ലോൺ എന്നല്ല, ഏതൊരു ധനകാര്യ സ്ഥാപനമാണെങ്കിലും എത്ര നന്നായിട്ട് കസ്റ്റമറെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് വിഷയം. അപ്പം ഞങ്ങൾ 2 ആംഗിളിലും ഉണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത്, കസ്റ്റമർ സർവീസാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിൽ നിന്നാണ് എല്ലാം നമ്മൾ തുടങ്ങി വരുന്നത്. ആ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് എന്നാണ് ഞങ്ങൾ ഓർഗനൈസേഷൻ എന്നത്. ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് NBFC എന്ന് പറയുന്ന ടൈറ്റില് ഈ വർഷത്തേത് ഇൻഡൽ മണിക്ക് 2024 ഇൻഡൽ മണിക്കായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ടൈറ്റിലേക്ക് എത്തിച്ചേർന്നത്? നമ്മൾ ഇയർ ഓൺ ഇയർ, അതായത് മുൻ വർഷത്തെ ബിസിനസ്സിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഞങ്ങളുടെ ഗ്രോത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ ഇൻഡസ്ട്രീസ് ആവറേജ്, ഗോൾഡ് ലോൺ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളും അവരെ ആവറേജ് ഗ്രോത്തിനേക്കാളും കൂടുതലാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ അസറ്റ് ഗ്രോത്ത് ഗോൾഡ് ലോണിന്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് NBFC എന്ന് പറയുന്നത്. 2 ആംഗിൾ നോക്കും. ഒന്ന്, കഴിഞ്ഞ വർഷം നമ്മൾ ഓരോ സ്ഥാപനത്തിന്റെയും എത്രയായിരുന്നു ഗോൾഡ് ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഈ വർഷം എത്ര കൊടുത്തു, അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. രണ്ടാമത്തത്, എത്ര ബ്രാഞ്ചുകളുണ്ട്, ആ ബ്രാഞ്ചുകളുടെ ആവറേജ് എത്രത്തോളം ലോൺ കൊടുത്തു എന്നുള്ളത് നോക്കും. ഈ 2 ആസ്പെക്ട്സിൽ ഞങ്ങൾ സ്റ്റാൻഡിങ് എഹെഡ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 2024 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് NBFC എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ബാങ്കുകൾ ഇന്ത്യയിലുണ്ട്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബാങ്കുകൾക്ക് എല്ലാ സ്ഥലത്തേക്കും റീച്ച് ആവാൻ പറ്റില്ലല്ലോ. നമ്മൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ബാങ്കുകൾ റീച്ച് ആവുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ബാങ്ക് നമ്മളൊരു എപ്പോഴും പറയുമ്പോൾ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ കോൺസെപ്റ്റിലാണല്ലോ ബാങ്ക്. ആ ഒരു ഫിസിക്കൽ പ്രസൻസ്, അവിടെ ആൾക്കാർ വേണം. ഇതിന് ഒരുപാട് ഓപ്പറേഷണൽ കോസ്റ്റ് വരും. നമ്മൾ ഇനി ഒരു റൂറൽ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഒരു മെട്രോ സിറ്റീസിലും റൂറലിലും ആകെ വാടകയ്ക്കുള്ള വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ആണെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല റൂറലിലേക്ക് പോകുമ്പോൾ. പിന്നെ സ്റ്റാഫുകളുടെ എണ്ണവും അതേപോലെ തന്നെ വേണം. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് റൂറലിലേക്ക് ഒരു ബാങ്കിന് റീച്ച് ഔട്ട് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെയാണ് NBFCs വിജയം കാണുന്നത്. കാരണം ഞങ്ങളുടെ എന്നല്ല, ഇൻഡൽ മണി മാത്രമല്ല, മിക്കവാറും എല്ലാ NBFCകളും, എസ്പെഷ്യലി ഗോൾഡ് ലോൺ NBFCകൾ കൂടുതലും Tier 2, Tier 3 സിറ്റീസിലാണ്, ലൊക്കേഷൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മിക്കവാറും അവിടെ ബാങ്കുകളുടെ റീച്ച് വളരെ കുറവായിരിക്കും. അപ്പൊ അതാണ് ഞങ്ങളുടെ വിജയം, അല്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻസ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് ഗോൾഡിന്റെ
19% മാത്രമേ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിന്റെ കയ്യിലുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അതൊരു പഠനത്തിലുള്ള റിപ്പോർട്ടാണ്. 19% ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ ബാങ്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലും 19%, ബാക്കിയെല്ലാം കിടക്കുന്നത് പ്രൈവറ്റ് ലെൻഡേഴ്സിന്റെ കയ്യിലാണ്, അൺഓർഗനൈസ്ഡ് ലെൻഡേഴ്സിൽ. അപ്പം ഇനിയും വലിയൊരു ദൂരം, ഇനി ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഇത്രയും ഡെൻസിറ്റി ഉള്ള NBFCസും ബാങ്കുകളും മാത്രമല്ല, ഇനി ഒരു 1000 NBFCസും ബാങ്കുകളും വന്നു കഴിഞ്ഞാൽ തന്നെ ആ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനുള്ള. പക്ഷേ ബാങ്കുകൾക്കുള്ള ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത NBFCകൾക്കുണ്ടോ? നമ്മൾ അവിടേക്കാണ് എത്തിച്ചേരുന്നത്. അതായത് ബാങ്കുകളുടെ ക്രെഡിബിലിറ്റിയിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. ഇപ്പൊ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് ആണെന്നുണ്ടെങ്കിലും NBFC, ഞങ്ങളെപ്പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടും ഗവേൺ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഗൈഡ് ലൈൻസും ബാങ്കുകൾക്ക് എന്തൊക്കെ ബാധകമാണോ അതേപോലെ തന്നെ ഞങ്ങൾക്കും ബാധകമാണ്. അപ്പൊ ക്രെഡിബിലിറ്റിന്റെ കാര്യത്തിൽ ഞങ്ങളും ബാങ്കും അല്ലെങ്കിൽ NBFCയും ബാങ്കും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ കംപ്ലയൻസ്, അതും സിമിലർലി ഈക്വൽ എന്ന് തന്നെ പറയാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. ബാങ്കുകൾ പണ്ട് മുതലേ ആൾക്കാർക്ക് ആ ബാങ്ക് എന്നുള്ള വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ട് NBFCസിലേക്ക് വരാനുള്ള ഒരു മടി പൊതുവേ ഉണ്ട്. പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ലോൺ മാത്രമല്ല പ്രൊഡക്റ്റ്, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അവർ ചെയ്യുന്ന ഒരു 100 പ്രൊഡക്റ്റുകളിൽ ഒന്നായിരിക്കാം ഗോൾഡ് ലോൺ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക്, ഒരു ഗോൾഡ് ലോൺ സ്ഥാപനത്തിൽ ഞങ്ങൾ ഗോൾഡ് ലോൺ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ അപ്രോച്ച് കുറച്ചും കൂടി ഗോൾഡ് ലോൺ സെൻട്രിക് ആയിരിക്കും. ആ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ഇത് ബാങ്കുകൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ NBFCസ് സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഗോൾഡ് ലോൺ മാത്രമല്ലല്ലോ, മറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സും ഇല്ലേ? വേറെന്താണ് പ്രധാനമായിട്ടുള്ളത്? ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം 95% ഗോൾഡ് ലോൺ ആണെന്ന് പറഞ്ഞു. ബാക്കി 5% നമ്മൾ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതായത് നമ്മൾ മോർഗേജ് ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. അവരുടെ ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ 1 വർഷം 2 വർഷത്തെ റീപേയ്മെന്റ് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ പേഴ്സണൽ ലോൺ കൊടുക്കും. പക്ഷെ കൺസർവേറ്റീവ് അപ്രോച്ചാണ്. ഫോക്കസ് കംപ്ലീറ്റ് ഗോൾഡ് ലോൺ തന്നെയാണ്. അത് ഈ 95% എന്നുള്ളത് ഇനിയും ആ പെർസെന്റേജ് ഇനിയും ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ്. വെഹിക്കിൾ ലോൺസ് ഇല്ല. ഇല്ല. എന്താണ് NCD നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി? ആ വേർഡിൽ തന്നെ ഉള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നോൺ കൺവേർട്ടബിൾ, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബേസിക്കലി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പം അതൊരു മാർക്കറ്റ് ഫ്ലക്ച്വേഷനോ, ഇപ്പം നമ്മളൊരു ഇക്വിറ്റി മാർക്കറ്റിൽ വരുന്ന മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതല്ലാതെ ഒരു ഫിക്സ്ഡ് ഇൻകം സോഴ്സ് ആണ് NCDs എന്ന് പറയുന്നത്. അത് നമ്മൾ പബ്ലിക്ലി ലിസ്റ്റഡ് NCDs നമ്മൾ 5 എണ്ണം ഇതുവരെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. NCDകൾ അത്ര പോപ്പുലർ അല്ലല്ലോ. പോപ്പുലർ അല്ല എന്നുള്ളത് പറയാം. കാരണം NCDs ഒന്നുകിൽ പബ്ലിക്ലി ലിസ്റ്റഡ് NCDs പൊതുവെ നമുക്കൊരു 30 വിൻഡോ പീരീഡിൽ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. അതാണ് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ്, നമ്മൾ സെബിയുടെ ഗൈഡ് ലൈൻസ് വരുന്നത്. ഈ 30 വിൻഡോ പീരീഡിൽ ഒരു കമ്പനിക്ക് അത് മാക്സിമം പരസ്യം ചെയ്യാനും മാർക്കറ്റിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതേപോലെ തന്നെ വേറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നോർമലി ആൾക്കാർ ചെയ്യുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ FD, ഇത് ത്രൂ ഔട്ട് ദി ഇയർ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് എടുക്കാം. അപ്പോൾ അതൊരു ഫെമിലിയർ ടെർമിനോളജിയാണ്. NCDs അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ഒരു 30 വിൻഡോ പീരീഡിൽ, ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് വിൻഡോ പീരീഡിലാണ് NCDs എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പോപ്പുലാരിറ്റി പൊതുവെ കുറവും, ഒരുപാട് റീച്ച് ഇല്ലാത്തതും. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഒരു സേവിങ്സ് എമൗണ്ട് എനിക്ക് ഡെപ്പോസിറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള 30 ദിവസം വിൻഡോ പീരീഡിൽ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. എനിക്ക് മേ ബി ആ 30 ദിവസം വിൻഡോ പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കാം വരുന്നത്. ആ സമയത്ത് മാർക്കറ്റിൽ ചിലപ്പോൾ NCDs അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിരിക്കും പോവാം. രണ്ടാമത്തത്, എല്ലാവർക്കും NCDs കുറിച്ച് അവയർനെസ് പൊതുവെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനൊരാൾ NCD ചൂസ് ചെയ്യണം? ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്തിന് NCD ചൂസ് ചെയ്യണം? പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് FD, അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. രണ്ടാമത്തത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. പിന്നെ പൊതുവെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ആൾക്കാർ കാശ് സ്വരുപ്പ് കൂട്ടിയിട്ട് സ്ഥലം മേടിക്കുക, വസ്തു മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ഇനി വരാം. ഈ 3 കാര്യങ്ങളൊന്നും എടുത്തു നോക്കാം. FD തൽക്കാലം മാറ്റി വയ്ക്കുക, ലാസ്റ്റിലേക്ക് പറയാം. ഒന്ന് ഗോൾഡ്.
നമ്മൾ മേടിക്കുന്നു. ശരിയാണ്, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് സ്വർണ്ണമാണ്. ഇൻവെസ്റ്റ്മെന്റിനും മേടിക്കുന്നുണ്ട്, പിന്നെ ഇമോഷൻസിനും വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ട് ആൾക്കാർ. ഇമോഷൻസ് നമുക്ക് പല രീതിയിൽ, അപ്പോൾ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് പാരൻസ് മക്കൾക്ക് കൊടുക്കുന്നത് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയ ഓർണമെന്റ്സ്, അപ്പോൾ അതിലൊരു ഇമോഷണൽ വാല്യൂ ഉണ്ട്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മേടിക്കുന്നത്. ഇതിലുള്ള പ്ലസും മൈനസും ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വർണം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർണമെന്റ് ആയിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബാറായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കോയിൻ ആയിട്ടല്ലാതെ നമുക്ക് ബാറായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല. ഇനി ഓർണമെന്റ് ആയിട്ട് മേടിക്കുക എന്നുള്ളത് നോക്കിയാൽ, ഓർണമെന്റിന് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15% നമ്മൾ കൂടുതൽ കൊടുക്കണം. കാരണം അതിന് മേക്കിംഗ് ചാർജ്, കാരണം സ്വർണം എന്നുള്ളത് ഓർണമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ തന്നെ അതിന്റെ വാല്യൂവിൽ 15% അപ്രിസിയേഷൻ വന്നു. ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇനി ഇത് സെല് ചെയ്യാൻ, കാരണം നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാം, നമുക്ക് കാശിന് ആവശ്യം ലിക്വിഡേറ്റ് ചെയ്തു. ആ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഈ 15% എന്ന് പറഞ്ഞാൽ എവിടെയും കാഴ്ചയിലൊന്നുമില്ല, അത് പോയി. അപ്പം ശരിക്കും നമ്മൾ വാങ്ങി വിൽക്കുന്ന സമയത്തിനുള്ളിൽ 15% അപ്രിസിയേഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്വർണം വാങ്ങി വിൽക്കുമ്പോൾ ലോസാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് സ്വർണത്തിന്റെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 60% അടുത്ത് അപ്രിസിയേഷൻ വന്നിട്ടുണ്ട് ഉള്ളത് ശരിയാണ്. പക്ഷെ ഈ അപ്രിസിയേഷൻ നടന്നിരിക്കുന്നത് കഴിഞ്ഞ 2 വർഷത്തിലാണ്. അതിന്റെ മുമ്പത്തെ 3 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3% അപ്രിസിയേഷൻ ഉള്ളൂ. അപ്രിസിയേഷൻ ഉണ്ട്, ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ സ്വർണം മുകളിലോട്ട് പോകില്ല, താഴത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഈ ഒരു ആംഗിൾ നമ്മൾ എപ്പോഴും കാണണം. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ഓർണമെന്റിന് വരുന്ന മേക്കിംഗ് കോസ്റ്റ് മിക്കവാറും സാധാരണക്കാർ അത് കാണുന്നില്ല എന്നുള്ളത്. ഈ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത കട കൊണ്ട് കൊടുത്താൽ സ്വർണത്തിന് വില 15% പോയി, നമ്മുടെ കയ്യിൽ അപ്പൊ തന്നെ കാശ് പോയി. പക്ഷെ അത് ആൾക്കാർ അത് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാരും. കാരണം ഞാൻ തന്നെ പേഴ്സണലി എന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് തന്നെ സംസാരിക്കും, ശരിയാണല്ലോ എന്നുള്ളത് പറയും. കാരണം ആൾക്കാർ ചിന്തിക്കുന്നില്ല, എന്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്, ഞാൻ ഇത്ര എമൗണ്ടിന് മേടിച്ചു, ഞാൻ ഇത്ര എമൗണ്ട് വിറ്റു എന്നല്ലാതെ അവർ ഈ മേക്കിംഗ് കോസ്റ്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഈ ഒരു അതിനൊരു ലാഭം എന്ന് പറഞ്ഞാൽ ആ മേക്കിംഗ് കോസ്റ്റിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വൽ റിട്ടേൺസ് വരുള്ളൂ. അപ്പൊ ഒരു ഇയർലി റിട്ടേൺസ് ആവറേജ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിൽ ഒരു 10% 12% ആണ് റിട്ടേൺ വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കും, വളരെ ലോങ് ടേമിലേക്ക് വെക്കുമ്പോൾ ശരിയാണ്, അത് ലിക്വിഡേറ്റ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി, റിട്ടേൺസും ഉണ്ട്, ഹിസ്റ്റോറിക്കലി റിട്ടേൺസും ഉണ്ട്. ഇനി രണ്ടാമത്തെ ലാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നല്ലൊരു ബൂമായിരുന്നു, നല്ല റിട്ടേൺസ് വരുന്നുണ്ട്. ഇപ്പം ഒരു സാച്ചുറേറ്റഡ് മോഡിലാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5 years, മോർ ദാൻ 5 years ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സാച്ചുറേറ്റഡ് മോഡിലാണ്. അപ്പോൾ വലിയ റിട്ടേൺസ് ലാൻഡിന് വരുന്നില്ല, അൺലെസ് അണ്ടിൽ അത് അത്രയും പ്രൈം ആയിട്ടുള്ള ഡെവലപ്മെന്റ് സാധ്യതയുള്ള ലൊക്കേഷനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ. ഞാൻ റീസെന്റ് വായിച്ച ഒരു ആർട്ടിക്കിളിൽ ഹൈദരാബാദിൽ അവരെ സൈബറാബാദ് സിറ്റിക്ക് അടുത്തുള്ള ലൊക്കേഷനൊക്കെ ഡെവലപ്പ് ആയിട്ട് പെട്ടെന്നാണ് 80-90% ഒക്കെ ലാൻഡ് അപ്രിസിയേഷൻ വന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് അപ്രിസിയേഷൻ ഒരു ആവറേജ് 5% ഒന്നും അല്ലാതെ, അതും നല്ല ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇതിൽ വേറൊരു ചാലഞ്ചും കൂടി ഉണ്ട്. ഈ ലാൻഡ് ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിനുള്ള ബയേഴ്സിനെ കിട്ടണം. ബയേഴ്സിന് 100 ഡിമാൻഡാണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 to 10 months അല്ലെങ്കിൽ 1 year എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിറ്റ് പോകണമെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ്. ഒരു ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി ഒരു ഓപ്ഷന് ലാൻഡിനില്ല. അപ്രിസിയേഷൻ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ FDയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രഡീഷണലി ആൾക്കാരെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. ശരിയാണ്, സേഫാണ് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇന്നേ വരെ ഹിസ്റ്ററിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കാരണം മിക്കവാറും എന്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് റിട്ടേൺസ് തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ FDയിൽ പൊതുവെ റിട്ടേൺസ് കമ്പാരിറ്റീവ്ലി ഒരു സാച്ചുറേറ്റഡ് അല്ല, ആവറേജ് ഒരു 6% to 7%. ഇതാണ് എപ്പോഴും ഉണ്ടാകുന്ന റിട്ടേൺസ്. അത് നമ്മൾ NCDയിലേക്ക് നോക്കുന്ന സമയത്ത് NCDയുടെ ഒരു ആവറേജ് റിട്ടേൺ, ഒരു AAA റേറ്റഡ് കമ്പനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9% വരെയൊക്കെ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, സിമിലർലി ഒരു BBB റേറ്റഡ് കമ്പനി, BBB+ റേറ്റഡ് കമ്പനി ഒക്കെ ആണെങ്കിൽ ഒരു 12% വരെ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നേച്ചർ സെയിം ആണ്, സെക്യൂർഡ് ആണ്. FD പോലെ തന്നെ NCDസും സെക്യൂർഡ് NCDs ആണ് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സെക്യൂരിറ്റി വൈസ് സെയിം ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, NBFC ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും രണ്ടും ഗവേൺ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. അതിൽ ഗവേണൻസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും സ്ട്രോങ് ആണ്. ഇനി ഇതിൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റർ നോക്കുമ്പോൾ ആദ്യം
ഒരു NCDs എടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കണം. ആ ഓർഗനൈസേഷൻ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമുക്കിപ്പോൾ എല്ലാം സോ പബ്ലിക്ലി അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അവരെ ലാസ്റ്റ് ഇയർ P&L നോക്കിയാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ അവർ ഇതിനു മുമ്പ് ഡെറ്റ് എടുത്തതിന്റെ റീപേയ്മെന്റ്സ് പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഹിസ്റ്ററി അവരെങ്ങനത്തോളം എന്ത് രീതിയിലുള്ള ഓർഗനൈസേഷൻ, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. രണ്ടാമത്തത് അവരുടെ ഗവേണൻസ്. കാരണം ഒരു സ്ട്രോങ് ഗവേണൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഒരു സ്റ്റഡി ആയിട്ട് പോയിട്ടുണ്ടാകും. കഴിഞ്ഞ ഒരു 3-4 വർഷം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗവേണൻസ് അനുസരിച്ചുള്ള ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നത് ചേഞ്ചസും അത് എവിടേക്കാണ് എത്തിപ്പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അവർ ചെയ്തിരിക്കുന്ന ഇൻവോൾവ് ആയിരിക്കുന്ന ബിസിനസ്, ഇപ്പോൾ ലെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ലെൻഡിങ് ആണ് ചെയ്തിരിക്കുന്നത്, അത് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ NPA സ്ട്രക്ചറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കറക്റ്റ്. ഈ പറഞ്ഞ FD-യിൽ റിസ്ക് ഉണ്ട്. പൊളിഞ്ഞു പോയ ബാങ്കുകൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ NCDകൾക്ക് ഇല്ലാത്തൊരു ക്രെഡിബിലിറ്റി FD-ക്കുണ്ട്. അതല്ലെങ്കിൽ FD-യിൽ ഇടുന്നതാണ് കുറച്ചുകൂടെ സുരക്ഷിതം എന്ന് പൊതുവായൊരു ധാരണയുണ്ട്. അതിന് കാരണം പൊളിഞ്ഞുപോയ NCDകൾ ധാരാളമുണ്ട്. എന്തുകൊണ്ടാണ് NCD പരാജയപ്പെടുന്നത്? റിസ്ക് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റിസ്ക് അറ്റാച്ച് ടു എവറിത്തിങ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. വലിയ പേരെടുത്ത ബാങ്കുകൾ, ലീമൻ ബാങ്ക് പൊളിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ അതാ പറഞ്ഞ ബാങ്കുകൾക്ക് റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു സെക്യൂർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് പോയിന്റ് നമ്പർ 1. സിമിലർലി NBFCs വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 2-3 പോയിന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരെ ക്രെഡിറ്റ് ഹിസ്റ്ററി, ഇതിനു മുമ്പ് റീപേയ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് അവർ ഏത് തരത്തിലുള്ള ബിസിനസ്സിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പം റിസ്കി ബിസിനസ്സിന് ഒരു സാധാ ലേമൻ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ലെൻഡിങ് ഒരു വലിയൊരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ബിഗ് ടിക്കറ്റ് ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും റിസ്ക്. ചെറിയ ടിക്കറ്റ്സ് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് റിസ്ക് നമ്മൾ ഒരുപാട് സ്പ്രെഡ് ചെയ്യും. ഒരു ലിമിറ്റഡ് റിസ്കിലേക്ക് വന്നു. അപ്പൊ ആ ഒരു രീതിയിലുള്ള കുറച്ച് പോയിന്റ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏത് തരത്തിലുള്ള NBFCs നമുക്ക് NCDs പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ് ആണുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാ NCDസും റേറ്റഡ് ആണ്. അത് ക്രിസിൽ പോലെയുള്ള റേറ്റിംഗ് ഏജൻസീസ് റേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും മിക്കവാറും എല്ലാ NCDകളും. ഈ റേറ്റിംഗ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവരുടെ റേറ്റിംഗ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കമ്പനിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കൺകറന്റ് പ്രോസസ്സാണ്. ഒരു ഡൗൺ ദ ലൈൻ ഒരു 3 months 6 monthsലൊക്കെ ഈ റേറ്റിംഗ് ഏജൻസി വീണ്ടും വീണ്ടും ഈ ഓർഗനൈസേഷനെ ചെക്ക് ചെയ്തു. കാരണം അതൊരു സ്റ്റാൻഡ് അലോൺ ഇൻഡിപെൻഡന്റ് ഏജൻസി ആയതുകൊണ്ട് തന്നെ ഒരു എപ്പോഴും ഒരു ബയസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അവർ അതിന് എന്താണോ ആക്ച്വൽ ആ കാര്യങ്ങളെല്ലാം ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ AAA റേറ്റിംഗ് ആണല്ലോ ഏറ്റവും കൂടിയത്. ഇന്റൽ മണിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത് BBB എന്നാണ്. BBB+. അങ്ങനെ ആകുമ്പോൾ മറ്റ് NCDകളുടെ പുറകിലല്ലേ ഇത് വരുള്ളൂ. AAA റേറ്റഡ് കമ്പനികൾ, മിക്കവാറും കമ്പനികൾ ഒരു കാലത്ത് അവർ BBB വളർന്നിട്ടാണ് AAAയിലേക്ക്. ഞങ്ങളും വളർച്ചയുടെ ഭാഗത്താണ്. നമ്മൾ BBB ആയിട്ടല്ല തുടങ്ങിയത്. ഇതിനും ഓരോ റേറ്റിംഗ് നമ്മൾ വർഷാവർഷം കൂടിയിട്ടാണ് BBB+ലെത്തിയത്. ഇനി ചിലപ്പോൾ നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാറ്റഗറിയിലായിരിക്കും ഞങ്ങളും ഉണ്ടാവുക. താങ്കളുടെ ഒരു സജഷൻ എന്താണ്? BBB എടുക്കണോ AAA എടുക്കണോ? AAA എന്ന് പറയുമ്പോൾ AAA റേറ്റഡ് NBFCയിലെ NCDs എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് FD-യേക്കാളും മേ ബി ഒരു 1% ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ എന്തെടുത്താലും FD എടുത്താലും റിസ്ക് ഉണ്ട്, NCDs എടുത്താലും അതിലൊരു മൈന്യൂട്ട് റിസ്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺസ് ആണ് നോക്കുന്നതെങ്കിൽ കമ്പനീനെ കുറിച്ച് പ്രോപ്പർലി മനസ്സിലാക്കിയിട്ട് BBB റേറ്റഡ് NBFCന്ന് NCDs എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺസ് കൂടുതലാണ്. ഈ BBB+ഉം അല്ലെങ്കിൽ BBBയും AAA NBFCസും പല പാരാമീറ്റേഴ്സും ഉണ്ട് ഈ റേറ്റിംഗ് വരുന്നത്. ഒരു വളരെ വലിയ ഓർഗനൈസേഷൻ ആണ്. ഒരു ബുക്ക് സൈസ് എത്ര വേണം, ടേൺ അറൗണ്ട് എത്ര ഉണ്ടാവണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഒരു ചെറിയ കമ്പനി അവിടേക്ക് എത്താൻ ഒരു ദൂരം എന്തായാലും എടുക്കും. മേ ബി ഓവർനൈറ്റ് കൊണ്ട് ഒരിക്കലും എത്തില്ല. അത് പടിപടിയായിട്ട് ഒരു 5 വർഷം 6 വർഷം കൊണ്ട് ആ റേഞ്ചിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ AAA എത്തിക്കഴിഞ്ഞിട്ട് മേ ബി ഞാൻ ഇന്റൽ മണിയുടെ പേര് തന്നെ കോട്ട് ചെയ്യണോ, AAA ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെയാണ് മിക്കവാറും ഇപ്പൊ നമ്മൾ AAA റേറ്റഡ് ആയിട്ടുള്ള കാണുന്ന NBFCs എല്ലാം.
അവരൊരു കാലത്ത് BBB ആയിരുന്നു. ആ സമയത്ത് അവരെ റിട്ടേൺസ് വളരെ നല്ല റിട്ടേൺസ് ആയിരുന്നു. അത് എൻജോയ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ കമ്പനീനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഹാർഡ് ഏൺ മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്നൊരു ചെറിയ രീതിയിലൊന്ന് ബ്രീഫ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീനെ കുറിച്ച് മനസ്സിലാവും. ഈ NCD ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതെ, റെസിഡന്റ് ഇന്ത്യൻ ആവണമെന്നുണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡർ ആവണം, അത് മാൻഡേറ്ററി ആണ്. ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 30 ദിവസം വിൻഡോ പീരീഡ് എന്ന് പറയുന്നതിൽ 10 ദിവസം മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. 30 ദിവസം നമുക്ക് അനൗൺസ് ചെയ്യാനുള്ളൊരു വിൻഡോ പീരീഡ്. ഇപ്പം ഇൻഡൽ മണി ഒരു NCD അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് ഇത് പർച്ചേസ് ചെയ്തിരിക്കണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാൻ ഇപ്പം 30 ഡേയ്സ്, ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ ഡേ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് റിവേഴ്സ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 വർക്ക് ഡേയ്സ് ഉണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഈ NCD അനൗൺസ് ചെയ്യുന്നത്. പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് 10 ഡേയ്സിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് അപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഫിസിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് സബ്മിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഈ ലാസ്റ്റ് 10 ഡേയ്സിൽ മാത്രമാണ്. നമ്മൾ അലോട്ട്മെന്റ് നടക്കുന്ന ലാസ്റ്റ് 10 ഡേയ്സ്. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുമോ? ഓവർ സബ്സ്ക്രൈബ് ആണെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല. അത് കമ്പനി ഇന്റേണലി ഡിസൈഡ് ചെയ്യുന്ന രീതിയിലാണ്. ചിലത് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ചിലത് കൊടുക്കും, ചിലത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്ര അലോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത്ര അലോട്ട് ചെയ്തിട്ടുണ്ടാവും. NCD മിനിമം എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും? NCD സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പം ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം 10 യൂണിറ്റ് 10,000 രൂപ. ആ 10,000 രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപയുടെ എത്ര മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റ്സ് നമുക്ക്. 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര കാലത്തിന് ശേഷം ഈ തുക മടക്കി കിട്ടും? അത് ഓരോ കമ്പനികളും NCDs ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കീമുകൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പല വ്യത്യസ്ത സ്കീമുകളും ഉണ്ട്. ചിലത് 12 മാസം മുതൽ 6 വർഷം വരെ 7 വർഷം വരെ നിൽക്കുന്ന സ്കീമുകളുണ്ടാവും. അത് മന്ത്ലി റിട്ടേൺസ് ഉണ്ടാവും. പിന്നെ മെച്യൂരിറ്റി വരുന്ന സമയത്ത് ബെനിഫിറ്റ് ആകുന്ന സ്കീമുകളുണ്ട്. ഒരു കസ്റ്റമേഴ്സിനുള്ള ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ FD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പൊതുവേ FD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീരീഡിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ക്വാർട്ടർലി റിട്ടേൺസ് വരുന്ന രീതിയിലാണ്. NCDസിന്റെ വ്യത്യാസം അത് തന്നെയാണ്. നമുക്കിപ്പോൾ മന്ത്ലി റിട്ടേൺസ് വേണമെങ്കിൽ മന്ത്ലി റിട്ടേൺസ് എടുക്കാം, ഇയർലി റിട്ടേൺസ് വേണമെങ്കിൽ ഇയർലി റിട്ടേൺസ് എടുക്കാം. അതല്ല മെച്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി എടുക്കാം. 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ, 5 ഇയർ, 6 ഇയർ, ഇത് പല ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പിൻവലിക്കാൻ കഴിയുമോ? NCDക്കുള്ളൊരു അടുത്ത ഡ്രോബാക്ക്, അല്ലെങ്കിൽ NCDയിൽ നമ്മൾ ഹയർ റിട്ടേൺസ് കിട്ടുമ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം, ഇതൊരു ലോക്ക് ഇൻ പീരീഡോട് കൂടിയിട്ടാണ് NCDs വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് 12 മാസത്തേക്ക് NCDs എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫിക്സ്ഡ് റിട്ടേൺ കൂപ്പണാണ്. ആ എത്രയാണോ അതിന്റെ കാലപരിധി ഉള്ളത്, ആ കാലപരിധി വരെ എനിക്ക് എഗ്രി ചെയ്തിരിക്കുന്ന റിട്ടേൺസ് തിരിച്ചു കിട്ടും. പിന്നെ ഈ പബ്ലിക് ഇഷ്യൂൻസ് ഓഫ് NCD എന്ന് പറയുന്നത് പബ്ലിക്ലി ലിസ്റ്റഡ് ആണ്. നമ്മൾ ഡെറ്റ് മാർക്കറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. മറ്റേ ഇക്വിറ്റി മാർക്കറ്റ് പോലെയല്ല, ഡെറ്റ് മാർക്കറ്റിലാണ്. ഇതിനും സെക്കൻഡറി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇതിന് ബയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യാം. അപ്പം ലിക്വിഡിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ് പോലെ അത്രയും ഈസി അല്ല വിൽക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം ഇമ്മീഡിയറ്റ്ലി വിറ്റ് പോകും, ചിലപ്പോൾ മേ ബി ഒരാഴ്ച 2 ആഴ്ച എടുക്കാൻ ഉള്ള ചാൻസ്. പക്ഷേ ഇറ്റ് ഈസ് നോർമലി NCDകളുടെ ഒരു പീരീഡ് എത്രയാണ്? 5 ഇയർ ഒക്കെ അല്ലേ വരിക? 1 ഇയർ ടു 5 ഇയർ. 5 ഇയർ ആണ്. ഈ 5 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 5 വർഷത്തേക്ക് അയാളുടെ പണം ഡെഡ് ആയി. 5 വർഷത്തേക്ക് ലോക്കിനാണ്. അതിന്റെ ഉള്ളിൽ ഇത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതായത് പറഞ്ഞ സെക്കൻഡറി വേറൊരാൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ഡെറ്റ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. മച്യൂരിറ്റി വരുമ്പോൾ വാങ്ങിയ ആൾക്ക് അതിന്റെ പണം കിട്ടും. അതെ, അത് അങ്ങനെ തന്നെയാണ്. അത് ഇപ്പം ഈ ഒരു മാസം തുടങ്ങി, ഞാൻ ഈ 18-ാം തീയതി അല്ലെങ്കിൽ ഇന്ന് ഞാൻ വേറെ ആൾക്ക് മാറ്റിക്കൊടുത്തു, എൻ്റെ NCDs വേറെ ആൾക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസം അവസാനം മന്ത്ലി ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ ഓണർക്കാണ്. ആരാണോ അതിന്റെ ആ യൂണിറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് അവരാണ് അതിന്റെ ബെനിഫിഷ്യറി. അത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കൈമാറാം. ലാസ്റ്റ് മെച്യൂരിറ്റി പോകുന്നത് ആർക്കാണോ അവർക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് പോകുന്നത്. എന്തുകൊണ്ടാണ് NBFCകൾ NCD പുറത്തിറക്കുന്നത്? പർപ്പസ് എന്താണ്? ഒന്ന്, ഓൺവേർഡ് ലെൻഡിങ്, അതാണ് മേജർ യൂസ്. നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മൾ റേസ് ചെയ്യുന്ന NCDs നമ്മൾ ഗോൾഡ് ലോണ് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ NBFCസും അത് തന്നെയായിരിക്കും, ഓൺവേർഡ് ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്
യൂസ് ചെയ്യും. NCDയുടെ ഒരു റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്? പ്രൈമ ഫെസെ നമുക്ക് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻ്റെ കാശ് തിരിച്ചു കിട്ടുന്നത്. NCDs പൊതുവെ സെക്യൂർഡ് NCDs ആണ് വരുന്നത്. അപ്പം സെക്യൂരിറ്റി എന്ന് പറയുന്നത് മിക്കവാറും ആ സ്ഥാപനത്തിന്റെ ലോൺ ബുക്കിന്റെ എഗെയിൻസ്റ്റ്, അപ്പം ഓൾറെഡി ഒരു ലോൺ ബുക്ക് സ്ഥാപനത്തിലുണ്ടാവും, അതിന്റെ എഗെയിൻസ്റ്റ് ആണ് NCDs ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നൊരു NCD മാർക്കറ്റിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപയുടെ NCD ഒരു കമ്പനിയുടെ സെക്യൂർഡ് NCD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ NCDക്ക് എഗെയിൻസ്റ്റ് ഒരു ലോൺ ബുക്ക് ഓൾറെഡി ലോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് സെക്യൂരിറ്റി വരുന്നത്. അപ്പൊ ഇൻ കേസ് ഓഫ് ഇവൻച്വാലിറ്റി എന്തെങ്കിലും കമ്പനിക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോൺ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ലോൺ റീകോൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ കാശ് എനിക്ക് തിരിച്ചു കിട്ടും. ഇനി 2 തരത്തിലുള്ള ലോണുകളുണ്ട്. ഒന്ന് സെക്യൂർഡും ഉണ്ട്, അൺസെക്യൂർഡും ഉണ്ട്. അപ്പൊ അൺസെക്യൂർഡ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ലോണും ബിസിനസ് ലോണും ഒക്കെ പറയുന്നത് അൺസെക്യൂർഡ് ആണ്. സെക്യൂർഡ് എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ സെക്യൂർഡ് ആണ്, മോർഗേജ് ലോൺ സെക്യൂർഡ് ആണ്, ഇതൊക്കെ സെക്യൂർഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ അസറ്റുകൾ ഒക്കെ എഗെയിൻസ്റ്റ് കൊടുക്കുന്ന ലോണുകളാണെങ്കിൽ അത് തിരിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെന്റ് വളരെ എളുപ്പമായിരിക്കും. കാരണം അസറ്റ് ഉണ്ട്, അസറ്റ് ലിക്വിഡേറ്റ് ചെയ്താൽ മതി. അതിൽ ഗോൾഡ് ലോൺ കമ്പനികളുടെ NCDs എടുക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു റെഗുലേറ്റഡ് ആണ്, RBI നമുക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്ന 75% മാത്രമേ ഗോൾഡിന്റെ വാല്യൂവിന്റെ ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ ഒരു 25% മാർജിൻ ഉണ്ട്. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപ NCD ഇന്ന് മാർക്കറ്റിന് പർച്ചേസ് ചെയ്യണം, ഒരു ഗോൾഡ് ലോൺ സ്ഥാപനത്തിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഗെയിൻസ്റ്റ് ലോൺ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലോൺ ബുക്കിന്റെ വാല്യൂ തന്നെ 1,20,000 25,000 അടുത്തുണ്ടാവും. അപ്പോൾ ഓൾറെഡി ആ ഒരു എക്സ്പോഷർ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ കമ്പനി മിക്കവാറും അങ്ങനത്തെ ഒരു സെനാരിയോ വരില്ലല്ലോ. മേ ബി ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം അപ്പോഴേക്കും ഗോൾഡ് പ്രൈസ് നോർമലി വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഗോൾഡ് ലോൺ കമ്പനികൾ NCDs ഇഷ്യൂ ചെയ്യുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഇതുവരെ ഗോൾഡ് ലോൺ കമ്പനികൾ NCDs ഇഷ്യൂ ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ആവാതെ അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രൈബ് ആവാതെ ഇരുന്നിട്ടില്ല പൊതുവെ. NCD കൂടാതെ ഇൻഡൽമയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? NCD അല്ല ഭാവി പദ്ധതി എന്ന് പറഞ്ഞാൽ NCD നമ്മൾ ഒരു ചെറിയൊരു സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫണ്ട് മാർക്കറ്റിന് റേസ് ചെയ്യുന്നത്. നമ്മൾ ഗോൾഡ് ലോൺ എക്സ്പാൻഷൻസ് തന്നെയാണ് പ്ലാന്. ഇപ്പൊ നമ്മളൊരു 3,000 കോടി ഔട്ട്സ്റ്റാൻഡിങ് ആയി നമ്മുടെ ലോൺ ബുക്ക്. ഇനി ഫ്യൂച്ചറിലേക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അത് 5,000 കോടി കടക്കണം എന്നുള്ളതാണ്. ഇപ്പം 370 ബ്രാഞ്ചസ് ഇന്ത്യയിലുള്ള 15 സംസ്ഥാനങ്ങളിലുള്ളത്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 100 ബ്രാഞ്ചസ് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ ഇതുവരെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വെസ്റ്റ് ബംഗാളിലേക്ക് കൂടി നമ്മൾ ബ്രാഞ്ചസിൽ ഓപ്പറേഷൻസ് ചെയ്തത്. രാജസ്ഥാൻ, ഗുജറാത്ത് ഒക്കെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ലിമിറ്റഡ് ബ്രാഞ്ചസ് ഉള്ളൂ. അവിടേക്ക് ഇനിയും കുറച്ചുകൂടി ജോഗ്രഫീസ് കവർ ചെയ്യും. രാജസ്ഥാനിന് ത്രൂ ഔട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ R&D കംപ്ലീറ്റ് ചെയ്താണ്. അതേപോലെ ഗുജറാത്തിലും നമ്മൾ ബ്രാഞ്ചസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പം കൂടുതലും നോർത്തിലേക്ക് നമ്മുടെ ബ്രാഞ്ച് നെറ്റ്വർക്ക്സ് സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഫോക്കസ്, ഗോൾഡ് ലോൺ ഫോക്കസ്. ഈ കേരളത്തിന് പുറത്ത് NBFCകളുടെ ഒരു സ്വീകാര്യത എങ്ങനെയാണ്? ആളുകൾ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു? കേരളത്തിന് പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NBFCസിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ, ലെൻഡിങ്ങിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കേരളത്തിന് പുറത്താണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റിലുള്ളതാണ്, ബാങ്കുകൾ ഇത്രയും കൂടുതൽ ബാങ്കുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിന് പിടിച്ചു വെക്കാൻ പറ്റുന്നത്? കേരളത്തിൽ ശരിക്കും വാസ്തവത്തിൽ അതാണ്. ഒരുപാട് ബാങ്കുകളുണ്ട്, ഡെൻസിറ്റി ഓഫ് ബാങ്ക് വളരെ കൂടുതലാണ് കേരളത്തിൽ. പക്ഷെ കേരളം വിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് വളരെ കുറവാണ്. ബാങ്കുകളുടെ ഡെൻസിറ്റി സാന്ദ്രത വളരെ കുറവാണ്. അവിടെയാണ് ശരിക്കും NBFCസിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. കേരളത്തിൽ NBFCകൾ നേരിടുന്ന പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ എവിടെ നിന്നാണ്? NBFCകൾ തന്നെ പരസ്പരം NBFCകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളായിട്ടുള്ള കോമ്പറ്റീഷനാണ്. കേരളത്തിലെ ബാങ്കുകൾ NBFCകൾ എത്രത്തോളം ഉണ്ടോ അത്ര തന്നെ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NBFCസിന് കേരളം ഒരു നല്ല മാർക്കറ്റ് അല്ല. കാരണം ബാങ്കുകൾ അത് നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ നന്നായി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്താണ് ലെൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് NBFCസിന് കൂടുതലുള്ളത്. കോമ്പറ്റീഷൻ തന്നെ, ടൈറ്റ് കോമ്പറ്റീഷൻ. ഇൻഡൽ മണി ഇനി 4,000 കോടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വാർത്തയിൽ കണ്ടിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്താൻ പോകുന്നത്? 4,000 കോടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ നമ്പറാണേ പറയുള്ളൂ.
ഞങ്ങൾ അതിനും കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അടുത്ത വർഷം എന്തായാലും ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ടാർഗറ്റ്, ഏറ്റവും കുറഞ്ഞത് എത്താൻ 4,000 കോടി കടക്കും. ഇപ്പൊ തന്നെ ഞങ്ങൾ ഉള്ള ഈ 370 ബ്രാഞ്ചിൽ ഒരു മാസം അറൗണ്ട് ഒരു 300 to 350 കോടി രൂപ ഞങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കണക്കിൽ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈസിലി അച്ചീവ് ആവുക. ശരി, ഞങ്ങളുടെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.